ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആ ടൈം ടേബിൾ അറിഞ്ഞ സമയം മുതൽ നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ആയിരിക്കും അല്ലേ എപ്പോഴാണ് ഇനി പഠിക്കാൻ വെച്ചേ, ഇനി ആകെ വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ഇതിനുള്ളിൽ പഠിച്ചു തീർക്കാനായിട്ട് കുറേ സബ്ജക്റ്റുകൾ ബാക്കിയുണ്ട്, കുറേ ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട്, ഇതൊക്കെ ഞങ്ങൾ എപ്പോൾ പഠിച്ചു തീർക്കാനാ, അങ്ങനെ മൊത്തത്തിൽ ആകെപ്പാടൊരു ടെൻഷനും ആകെപ്പാടെ സങ്കടം അല്ലേ, മുന്നേ പഠിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ള കുറ്റബോധം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ മിസ് ആദ്യം തന്നെ പറഞ്ഞുതരാം. സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ. സൺഡേ ഈ താഴെ കാണുന്ന സമയത്ത് നമ്മളൊരു ഇവൻറ്റ് വെക്കുന്നുണ്ട്. ആ ഒരു ഇവൻറ്റ് ലൈവായിട്ടായിരിക്കും. ആ ഒരു ഇവൻറ്റ് എന്ത് ചെയ്താൽ മതി, എൻ്റെ കുട്ടികൾ കറക്റ്റായിട്ട് തന്നെ ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള കുറച്ച് ദിവസമുള്ളൂ, ആ ദിവസങ്ങൾ എങ്ങനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഓരോ ദിവസം പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാലാണ് എക്സാമിന് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, റെഡി ആണല്ലോ? ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ടൈം ടേബിൾ. ഓക്കെ, അപ്പോൾ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ വരുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 11 ആണ്. അപ്പോൾ 11 നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധമല്ലാതെ എന്താണ് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ആണ് നമ്മുടെ ലാംഗ്വേജ് 1. ഓക്കെ, മലയാളം ഫസ്റ്റ് ആണ് നമ്മുടെ ഫസ്റ്റ്, അല്ലെങ്കിൽ ഉറുദു, അറബിക് അങ്ങനെയുള്ള ലാംഗ്വേജ് 1 ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ 12 തന്നെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, 12 ഉച്ചയ്ക്ക് ശേഷം തന്നെ നിങ്ങൾക്ക് ഹിന്ദി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും വലിയ കുഴപ്പമില്ല, കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ എഴുതാനായിട്ട് പറ്റും, കാരണം അത്യാവശ്യം സമയമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ അതിനുശേഷം 13 ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് മലയാളം സെക്കൻഡ് വരുന്നത്. ഓക്കെ, ഇതുവരെ വളരെ ശരിയാണ്. ഓക്കെ, ഇതുവരെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങളുടെ മക്കളെ മറ്റേ ഈ മാലപ്പടക്കത്തിന് തിരികൊടുത്തിയ പോലെ ടപ്പേന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാ സബ്ജക്റ്റും കിടടാ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ അടുപ്പിച്ചാണ് വരാൻ പോകുന്നത്. ഓക്കെ, കാരണം എന്താ, ഇവിടെ 13 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 ദിവസം ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, 2 ദിവസം ഗ്യാപ്പ്. അതേതായിരുന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 14 15 ഈ അതായത് ശനി ഞായറാണ്. ഈ 14 15 നമുക്ക് ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുകയാണ് മക്കളെ അംഗം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഏതൊക്കെ മിസ് പറഞ്ഞു തരാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇനി അങ്ങോട്ടുള്ള ദിവസം ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട്. അതായത് ഇത്രയുള്ളൂ. ഇവിടെ 15 കഴിഞ്ഞാൽ 16 നമുക്ക് രാവിലെയാണ് മക്കളെ സോഷ്യൽ വരുന്നത്. ഓക്കെ, സോഷ്യൽ രാവിലെ തന്നെ വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം 17 നമുക്ക് രാവിലെ മാത്സ് ആണ് എക്സാം വരുന്നത്. പിന്നെ 18 ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ ഇംഗ്ലീഷ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, ഇവിടെ ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് നമുക്ക് അവിടെ ഇംഗ്ലീഷ് വരുന്നത്. ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ല. പിന്നെ 19 രാവിലെയാണ് എന്ത് നടക്കുന്നത്, ബേസിക് സയൻസ് നടക്കുന്നത്. അപ്പോൾ ബേസിക് സയൻസ് ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എക്സാം വൈകുന്നേരം കഴിയുക. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ബേസിക് സയൻസിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് പഠിക്കാൻ സമയമില്ലാത്തത് ഏതിനൊക്കെയാണെന്നറിയോ, ഒന്ന് നമ്മുടെ ബേസിക് സയൻസിനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മാത്സിനും സോഷ്യൽ സയൻസിനും. ഓക്കെ, ഈ 3 സബ്ജക്റ്റുകൾക്ക് എന്തില്ല, നമുക്ക് പഠിക്കാനായിട്ട്, പ്രത്യേകിച്ച് ബേസിക് സയൻസ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ തീരെ നേരില്ലാത്ത ഏതിനാണ്, നമ്മുടെ ബേസിക് സയൻസിനാണ് തീരെ നേരില്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 14 15 എന്ന് പറയുന്ന ദിവസം നമുക്ക് റിവിഷൻ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ നേരത്തെ പുതിയ ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമയം ഉണ്ടല്ലോ, ഈ സമയം നിങ്ങൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ബേസിക് സയൻസിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ 1 ഷോട്ട് ലൈവുകൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അത് കറക്റ്റായിട്ട് തന്നെ കാണുക. അതിലൊരൊറ്റ ചാപ്റ്റർ പോലും പഠിക്കാതെ മിസ്സാക്കി കളയരുത്. ഈ 14 15 നമുക്ക് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, റിവിഷൻ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മിസ് പറഞ്ഞിട്ടുള്ള സോഷ്യലും മാത്സും ബേസിക് സയൻസും ഈ 3 സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഓക്കെ, ബാക്കിയുള്ളതിനൊക്കെ പഠിക്കാനിടയിൽ ഗ്യാപ്പ് ഉണ്ട്. ഒന്ന് വിചാരിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റും, പക്ഷേ ഇതിനൊന്നും നമുക്ക് വിചാരിച്ച പോലെ അത്രയ്ക്ക് എന്തില്ല, ഗ്യാപ്പില്ല, പ്രത്യേകിച്ച് ബേസിക് സയൻസിൽ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മിസ് ഒരു കാര്യം മറക്കണ്ട, ഏതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഓൾറെഡി സെറ്റാണ്. നമ്മുടെ 6ാം ക്ലാസ്സിൻ്റെ ലൈവ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈവ് എന്നുള്ളിടത്ത് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ കണ്ടോ ഓൾറെഡി തന്നെ നമ്മൾ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഫുൾ പ്ലാനിങ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ, സൺഡേ ഡേ കാണുന്ന സമയത്ത് അതായത് 7:30 നിങ്ങൾക്കൊരു ലൈവ് ഇവൻറ്റ് ഉണ്ട്. ഈ ഇവൻറ്റ് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, ഓരോ ദിവസം ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ആരും മിസ്സാക്കരുത്. ഇനി മിസ് പറഞ്ഞുതരാം. ഇനി നിങ്ങളെല്ലാവരും ഈ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ, പഠിച്ച് തുടങ്ങി മിസ് ചെയ്യുന്നുള്ളത് എന്ത് ചെയ്യുക, വേഗം തന്നെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സ് ഓൺ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അതായത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഓൺ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും, അയ്യോ അവർ പഠിക്കാൻ തുടങ്ങിയല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാനും പഠിക്കാൻ തുടങ്ങണമല്ലോ എന്നുള്ളൊരു ടെൻഷൻ അടങ്ങിയിട്ട് എന്ത് ചെയ്യും, അവർ വേഗം തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഇനി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങിക്കോ. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. ഇനിയുള്ള കുറച്ച് ദിവസം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ.